നെസീസ് ആർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ അതേപോലെ വീഡിയോന്റെ തൊട്ട് താഴെ ഹൈപ്പ് എന്നുണ്ടാവും, ആ ഒരു ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇന്ന് നമുക്ക് വിറകടുപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയപൂർവ്വം എന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതിലേക്കാണ് കേട്ടോ. 5 പൊതിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതായത് ഉമ്മൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചേരിയാണ് കേട്ടോ. ഗ്യാസും വിറകടുപ്പൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ ഈ ഒരു ചർച്ചാ വിഷയം. എല്ലാ വീട്ടമ്മമാരുടെയും ആ ഒരു വിഷമങ്ങളൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ആധുനിക വീടായിക്കോട്ടെ പഴയ കാലത്തെ വീടായിക്കോട്ടെ ഏതിലായാലും ഒരു വിറകടുപ്പും അമ്മിയൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. ഇവരൊക്കെ എപ്പോഴാ പണി മുടക്കാമെന്നും നമ്മുടെ വീട്ടമ്മമാരെ കഷ്ടത്തിലാക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊരു വീടിനും ചെറുതാണെങ്കിലും ഒരു വിറകടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി പുതിയ വീട് ഉണ്ടാക്കുന്നവരും ഇനിയിപ്പോൾ ഇല്ലാത്തവരുണ്ടല്ലോ, ഈ ഒരു 5 വർഷത്തിന് ശേഷം ഒരു വീട്ടിലും വിറകടുപ്പ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് ആളുകളല്ല, വീടിൻ്റെ പണിക്കാരിട്ടോ. പുറത്ത് ആ വർക്ക് ഏരിയ എടുക്കാൻ വന്ന അവർ പറഞ്ഞതാണ് ഒരു 5 വർഷത്തിന് ശേഷം അധിക വീടിലും വിറകടുപ്പ് ഉണ്ടാക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോഴേക്കും വെള്ളം തിളച്ചിട്ട്, അപ്പം കുറച്ചധികം വെള്ളം ആയതുകൊണ്ട് ഞാനിതാ മാറ്റി വെക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം. പിന്നെ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ. 1.5 കിലോ അരിയാണ് കേട്ടോ ഞാൻ അടുപ്പത്തിടുന്നത്. പിന്നെ 1 കിലോ അരിക്ക് 5 ആൾ എന്നുള്ളൊരു കണക്കാണ് സാധാരണ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഈ കുറച്ച് വിറക് ലാഭിക്കാനൊക്കെ ഉള്ളൊരു ഐഡിയ ആണ് കേട്ടോ അത്. അധികം പണ്ടത്തെ ആളുകളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ചോറിൻ്റെ മേലെ ഒരു ഡവറയിൽ വെള്ളം വെക്കുക. അപ്പോൾ നമുക്കിതിൽ വെള്ളം കുറയുമ്പോൾ, ചോറിൽ വെള്ളം കുറയുമ്പോൾ വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ ചോറ് എന്തോ ആയി പോകുമല്ലോ, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാമല്ലോ. പിന്നെ അത് അപ്പുറത്തെ കണ്ടോ തീ ഇട്ടതാണ് ഇട്ടക്കാക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ചണ്ടി നിറയും പാമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ തീ ഇട്ടാൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ആ തീയിന്ന് ഒരു 4-5 കൊള്ളികൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രമ്മിലാണ് നമ്മളിപ്പോൾ തീയിടൽ. മുമ്പത്തെ പോലെ അല്ല കേട്ടോ, വീട്ടുകാര്യങ്ങളിലൊക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ കാകനെ കൊണ്ട്. എനിക്ക് കാറ്ററിംഗ് ഉള്ളതിനോണ്ട് കാക്കക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അധ്വാനം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നതിലൊക്കെ ഈ കാക്കന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കുരുമുളകിൻ്റെ മരമാണത്. പിന്നെ അത് താഴെ ഉള്ളതാ അത് ചെറുനാരങ്ങയാണ് കേട്ടോ, അമ്മൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി അടുപ്പാണ് കേട്ടോ എൻ്റെ ഈ ഒരു വിറകടുപ്പ്. പിന്നെ ഇന്നിപ്പോൾ മത്തനും വൻപയറുമാണ്. വൻപയറൊന്നും പറയില്ല, സ്റ്റൈലാക്കി പറഞ്ഞതാണ്. മമ്പയറും മത്തനുമാണ് കേട്ടോ ഇന്ന് കറി. പിന്നെ ഈ കാക്കൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് കുറച്ച് മാങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ഈ പൊതിച്ചോറിലേക്ക് നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തലേന്ന് തന്നെ ഞാൻ ഈ വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും ഒരു 250 ഗ്രാമിൻ്റെ അടുത്ത് ഇതുണ്ടാവും കേട്ടോ. മൊത്തത്തിൽ ഒരു 300-350 ആണ്. അപ്പോൾ തൊലിയൊക്കെ കളയുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ സാധനമൊക്കെ കളയുമ്പോൾ കുറയല്ലോ. പിന്നെ അത് അതിലേക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറിലേക്ക്. പിന്നെ 2 തക്കാളിയും ഒരു 3-4 പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എരിവ് വേണമല്ലോ പച്ചക്കറിക്ക്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മത്തനും വൻപയറിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്താൽ. പിന്നെ അത് ഒരുപാടായി പോണ്ട, കുറച്ച് പാകത്തിനുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ വൻപയറിന് അത്യാവശ്യം വേവുണ്ടല്ലോ, മുതിരയൊക്കെ പോലെയാണ്. കുതിർത്തിയില്ലെങ്കിൽ വേവാൻ കുറച്ച് പ്രയാസമാണ്, ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ കറി. ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഗ്യാസുമ്മൽ വെച്ച്, ബാക്കിയൊക്കെ പുറത്ത് വിറകടുപ്പിലാണ് വെച്ചത്. ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. നമ്മളിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇക്കാക്ക് അവിടെ വെറുതെ ഇരുന്ന് വാർത്ത കേൾക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം കാബേജ് കൊണ്ട് കൊടുത്തിട്ടോ. കാബേജും ക്യാരറ്റും തോരനാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അത് ആ കടുമാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിൽ പറയാട്ടോ. പൊതിച്ചോറിലേക്ക് കൊടുക്കുക, പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം തന്നെ എടുക്കുന്നത്. ഇത് കുറച്ചധികമായി ബാക്കിയായി പോയി വെച്ചിട്ട് പേടിക്കുകയും വേണ്ട. ഒരു 3-4 ദിവസത്തേക്കൊന്നും ഒരു കേടും വരില്ല കേട്ടോ. അത് കടുമാങ്ങ എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു റെസിപ്പിയാണ് കേട്ടോ, പക്ഷേ നമ്മളെ കടുമാങ്ങ ഇങ്ങനെയാണ്. പിന്നെ അത് ആ ചോറ് വേവാനായി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. കല്ലുപ്പ് നമ്മുടെ ചോറിൽ ചേർക്കുമ്പോൾ
ഈ കറിയൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് ഇക്കാക പറഞ്ഞ് പഠിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ ഞാൻ കല്ലുപ്പ് ചേർക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കിയതാണ്. പിന്നെ അത് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇടാൻ മറന്നു പോയതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വെന്തതിൻ്റെ ശേഷമാണ് ഏകദേശം വെന്തതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വെന്ത് ഉടയാണ് വേണ്ടത്. കറിവേപ്പില ഞാൻ വറവിടുന്ന സമയത്താണ് ചേർക്കുന്നത്. ഇപ്പം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ കൊട്ടക്കൈയിലൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊരു വലിയൊരു ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയാൽ അതിൽ ചെറിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും. കഞ്ഞിച്ചെമ്പിലേക്ക് വാർക്കലാണ് ഞാൻ സാധാരണ ചെയ്യൽ. പക്ഷേ ഇതിപ്പോൾ വലിയ ചെമ്പായതുകൊണ്ട് മറിയോ എന്നുള്ളൊരു പേടികൊണ്ടും പിന്നെ ചോറ് നല്ല രീതിയിൽ ഒന്ന് നല്ല ഓവർ വേവാതെ ആവുമല്ലോ, അങ്ങനെയാണ് ഇതുകൊണ്ട് ഈ കൊട്ടക്കൈയിലുകൊണ്ട് ഊറ്റിയെടുക്കുന്നത്. പിന്നെ അത് ഇടക്ക് ഈ കടുമാങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരിക്കും കോഴിക്കോടേക്ക് ഈ കടുമാങ്ങ ഇങ്ങനെ ഞാൻ വെക്കുന്ന രീതിയല്ല. പിന്നെ ഈ ഉടയ്ക്കൂല കേട്ടോ, ഈ മാങ്ങ ഉടയ്ക്കൂല. പിന്നെ അതേപോലെ ചെറിയൊരു പീസ് ശർക്കരയും ചേർക്കും. എരിവും മധുരം കൂടിയാണ് ഒറിജിനൽ ഇതിൻ്റെ റെസിപ്പി. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതിനോണ്ട് ഞാൻ ശർക്കര ചേർക്കാറുമില്ല, ഇങ്ങനെ ഉടയ്ക്കുകയും ചെയ്യും. മോൾക്ക് ഇത് ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഓൾക്ക് ഭയങ്കര കൊതിയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഇന്ന് ഒരു പൊതിച്ചോറ് ഓൾക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ കറിവേപ്പിനെല്ലാം കണ്ടില്ലേ ഇങ്ങനെ ശോഷിച്ച് മുരട്ടിച്ച് എന്തോ ആയിപ്പോയിട്ടോ. പിന്നെ പഴയ ഒരു ചെമ്പുണ്ടേനി, അത് നല്ല ഞാൻ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ചെമ്പേനി. പക്ഷേ ഞാൻ പണ്ടൊരു ഇടയ്ക്ക് അതിൻ്റെ ഒരു വൈറലായിനല്ലോ ഈ സിമെൻ്റ് കൊണ്ട് പൂച്ചട്ടി ഉണ്ടാക്കണം. ആ സമയത്ത് ഉണ്ടാക്കി ഇതിൽ വെള്ളത്തിൽ വെച്ചതിന് വെള്ളം ഒഴിച്ചതിൽ വെച്ചപ്പോൾ പിറ്റേന്നേക്കാണ് ഈ ഒരു കോലമായിപ്പോയി. പിന്നെ ഞാനത് ഉപയോഗിക്കലുമില്ല. പിന്നെ കഞ്ഞിവെള്ളം ഇത് ഒഴിച്ച് കൊടുത്താട്ടോ. ഈ കറിവേപ്പിൻ്റെലൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പഴയ കഞ്ഞിവെള്ളം ഈ നാരങ്ങൻ്റെ തൊലിയൊക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് വെച്ചതാണ്. പഴയതായാൽ കറിവേപ്പിൻ്റെ മുരട്ടൊഴിച്ചാൽ നല്ലോണം ഉഷാറാവും എന്ന് പറഞ്ഞിട്ട്. പിന്നെ തോരനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത്. ക്യാരറ്റും കാബേജും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ടുള്ളതാണ് തോരന്. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കടുമാങ്ങയാണ് കേട്ടോ അത് വറവിടുന്നത്. പിന്നെ ഈ വറവിടാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ആ സമയത്താണെങ്കിൽ കടുക് തീർന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ ഞാൻ ടീച്ചറെടുത്ത് പോയി വീട്ടിൻ്റെ മുന്നിട്ടുള്ള ടീച്ചറെടുത്ത് പോയിട്ട് കുറച്ച് കടുക് വാങ്ങിക്കൊണ്ട് വന്നു. അതാണ് ഗ്ലാസ്സിലൊക്കെ കടുക്. പിന്നെ ഞാൻ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ ഓടിച്ചെന്ന് വാങ്ങൽ എൻ്റെ ഫ്രണ്ട് സെറീനൻ്റെ അടുത്താണ്. അവളിപ്പോൾ ദുബായിലാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു പച്ചമുളകോ ഒരു തക്കാളിയോ ഒക്കെ തീർന്നാൽ എല്ലായിടത്തും പോകാനും പറ്റൂലല്ലോ. പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കെന്തോ പോലെയാണ്. പക്ഷെ ധൈര്യത്തിൽ ഞാൻ ചെല്ലൽ സെറീനൻ്റെ അടുത്താണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയൽ നെയ്യില്ലാത്തതിനോട് പെട്ടെന്ന് നമുക്ക് ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. അതിലൊക്കത്തെ എല്ലാ പുരയിലും പോയി അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ തോരൻ ഉണ്ടാക്കിട്ടോ. വറവൊക്കെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ തോരന്. പിന്നെ കുക്കറിൽ വെന്തതിന് ശേഷം ഞാൻ പിന്നെ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തൻ കറി. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കുറച്ച് ചേർക്കാം കേട്ടോ. എനിക്കെന്തോ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര വലിയൊരു തൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികവും ചേർക്കാറില്ല. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ അങ്ങനെ ചേർക്കാറുള്ളൂ. പിന്നെ തേങ്ങ ഒക്കെ കലക്കി ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതായൊരു തിള വന്നപ്പോൾ അത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ചട്ടിയൊക്കെ വലിയ ചട്ടിയല്ല ചെറിയ ചട്ടിയൊക്കെ വെക്കുമ്പോൾ അടുപ്പത്ത് ഇങ്ങനെ ഒരു സംഭവം വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ആരോ ഒരാൾ പ്രമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. ഓർമ്മ കിട്ടുന്നില്ല അത് ആരേനിന്ന്. ഈ വറവിടുമ്പോൾ ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് മറന്നു പോയിട്ടുണ്ട് ഇനി. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിണ്ടല്ലോ അതും കൂടിയാണ്. ഉരുളക്കിഴങ്ങ് ചെറുതാക്കി മുറിച്ചത്, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉള്ളി, അതാണ് കേട്ടോ ഇടുന്നത്. ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലും ചെറുതാക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ അതിങ്ങനെ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കടുകിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം കേട്ടോ. പിന്നെ അപ്പോൾ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് പുട്ടും ചുട്ടിട്ടുണ്ട് കേട്ടോ. പുട്ടാണ് അന്ന് രാവിലെ തിരക്കൊക്കെ ഉള്ള സമയത്ത് ഞാൻ വേഗം പുട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ട്.
പൊതിച്ചോറിലേക്ക് ചമ്മന്തി മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മാങ്ങ ഇഷ്ടം പോലെ കിട്ടിക്കണല്ലോ, അപ്പോൾ അതിൽ നിന്നൊന്ന് എടുത്തിട്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് ഇക്കാക ചോദിക്കുന്നത് കടുമാങ്ങയും മാങ്ങ ചമ്മന്തിയും കൂടി വേണ്ട, ഒരേപോലത്തെ ആണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ല, എന്താ പറയുക, മാങ്ങഞ്ചില്ല, അത് ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ വേഗം എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ തേങ്ങയിലേക്ക് നല്ല എരിവുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് പുളിയും പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം മാങ്ങഞ്ചിയും കൂടി ചേർത്തിട്ട് ചമ്മന്തി പൊടിച്ചാണ്. ഒരുപാട് അരഞ്ഞു പോവരുത്, ഒരുപാട് അരിഞ്ഞു പോയാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ചമ്മന്തി. പിന്നെ അതിലേക്ക് കല്ലുപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനത് അരച്ചതിന് ശേഷം ചമ്മന്തി റെഡിയാക്കിയതിന് ശേഷം ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഇന്ന് ഒരു 6 പൊതിച്ചോറാണ് വേണ്ടത്, 1 മോൾക്കും 5 ഹോസ്പിറ്റലിലേക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു 8 പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചോറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിയൊക്കെ കാക്കാണ് അരിഞ്ഞു തന്നത്, കുഞ്ഞാക്കി അരിഞ്ഞു തന്നത്. പിന്നെ അപ്പോൾ ഞാൻ പുറത്തോട്ട് വേറെ പണിക്ക് പോയപ്പോൾ അപ്പോൾ ഇക്കാക്കനെ ഏൽപ്പിച്ചതാണ് ഈ ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളൊന്ന് പൊരിക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ. ഒരു 3-4 ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി. പിന്നെ ഒരു ഓംലേറ്റ് 2 ആക്കിയതാണ് കേട്ടോ. ഒരു 6 മുട്ടയാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ പൊട്ടിച്ചെടുത്തത്. ഈ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അധികവും ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതേപോലെ കുറച്ച് പാലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഓംലേറ്റിന്. പിന്നെ അത് 6 പൊതിച്ചോറിനുള്ള ഓംലേറ്റ് ആണ് കേട്ടോ സെറ്റാക്കി എടുത്തത്. 6 വെച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്ക് ആ പൊതിച്ചോറ് കൊടുത്തപ്പോൾ. പിന്നെ അതാ നമ്മുടെ കറികളൊക്കെ എടുത്ത് വെച്ചതാണ് പൊതി കെട്ടാനായി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിലുണ്ട് കേട്ടോ വാഴേൻ്റെ ഇല. അപ്പോൾ കുറച്ച് വാഴേൻ്റെ ഇലയൊക്കെ ഒടിച്ചു കൊണ്ടുവന്ന് കഴുകി വാട്ടിയെടുത്തിട്ട് അതിലേക്ക് പേപ്പർ അടിയിൽ വെച്ചത് അതിൻ്റെ മേലാണ് ഇല വെക്കുന്നത്. പിന്നെ അതാ കുറേശ്ശെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാരണവശാലും നമ്മൾ പിന്നെ ഈ പൊതിച്ചോറിന് ഒരു ഇത് വരുമല്ലോ, നമ്മുടെ ഈ കേരളത്തിൽ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ DYFIൻ്റെ ഒരു ഇതാണത് പൊതിച്ചോറ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഈ രാഷ്ട്രീയമൊന്നും ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു നേരത്തെ ആഹാരമാണ് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് നല്ല സന്തോഷത്തോടും തൃപ്തിയോടു കൂടി, ഇനി അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ യാതൊരു ഇതും ഇതിൽ വരുന്നില്ല. കാരണം വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു പുണ്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പൊതിച്ചോറിൻ്റെ ഒരു അവസരമൊക്കെ വരുമ്പോൾ പൈസ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത്. ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഓംലേറ്റോ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ മാത്രം മതിയാവും ഒരു പൊതിച്ചോറിന്. അത് നമ്മളെ എന്താ പറയുക, നമ്മളെ തൊട്ടടുത്ത് അതിനൊരു അവസരം വരുമ്പോൾ നമ്മൾ അത് പൈസ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങാനുള്ളൊരു ഇതുണ്ടാക്കരുത്. നമ്മളെന്തായാലും ചോറും കറിയൊക്കെ നമുക്ക് എന്തായാലും വെക്കുമല്ലോ, അതിനൊരു 2-3 പൊതി നമുക്ക് കൊടുക്കാൻ പറ്റുകയാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു അവസരം ഞാൻ പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ഇവർ കവറും തരും കേട്ടോ. ഈ പൊതിൻ്റെ കൂടെ ഈ കവറിലാണ് കറി വെച്ച് കൊടുക്കേണ്ടത്. മീൻ കറി ഇല്ലായിട്ടൊക്കെ ഒരു തരാറുണ്ട് കേട്ടോ, മീൻ പൊരിച്ചതോ മീൻ കറിയോ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ഇങ്ങനെ കാകനോട് പറയേനി. അപ്പോൾ കാക പറയാം മീൻ ഇല്ലാത്തതിനോണ്ടാണ്, മീൻ കറി വേണ്ടാത്തതിനോണ്ടാണ് നമ്മൾ ഓംലേറ്റ് ഒക്കെ വെക്കുന്നത്. പിന്നെ അതാ കുട്ടികളെ സഹകരണം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഈ ഒരു പ്രായത്തിൽ ചെറിയ മക്കളല്ലേ, അവരിതിന് എല്ലാ വീടുകളിലും പോയിട്ട് വാങ്ങിക്കൊണ്ടേ കൊടുക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.